ഇത് ഏറ്റെടുത്ത ഭൂമി വനമാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പ്രിയപ്പെട്ട ജെയിൻ സാർ, ഇവിടെ എത്തിയിട്ടുള്ള ജോസ് കെ മാണി സാർ, മറ്റ് ബഹുമാന്യരെ, കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം ചെയ്തതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഭൂപരിഷ്കരണം ഒരു മഹത്തായ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം 100% ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. യാതൊരു സംശയവുമില്ല. 1957 67 കാലയളവിനുള്ളിൽ അതിനകത്ത് കുറച്ചധികം ഡൈല്യൂഷൻസും ഇത് വരുന്നെന്നറിഞ്ഞ് പലരും ട്രസ്റ്റിൻ്റെ പേരിലേക്കൊക്കെ വസ്തു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അതല്ലാത്ത സമയങ്ങളിൽ ഇന്ന് പലർക്കും ഒരു തുണ്ട് ഭൂമി കിട്ടിയത് ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് കൊണ്ട് തന്നെയാണ്, യാതൊരു സംശയവും. എന്നിട്ട് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി 7-7.5 ദശാബ്ദ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്നും ഭൂമിയില്ലാത്തവർ കേരളത്തിലുണ്ട്. സീറോ ലാൻഡ്ലെസ് എന്ന് പറഞ്ഞൊരു പദ്ധതി റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെ ആരംഭിച്ചു. ആദിവാസികൾക്ക് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് അനുസരിച്ച് കേരളത്തിൽ 12 ജില്ലകളിൽ സർവേ ചെയ്ത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് അനുസരിച്ച് 45,000-ഓളം കുടുംബങ്ങൾക്ക് കൊടുത്ത് ആ സർവേക്ക് ഞാനായിരുന്നു ചുക്കാൻ പിടിച്ചത്, സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി കളക്ടറായിട്ട്. പക്ഷേ ഇന്നും ഭൂമി കിട്ടാത്ത ആൾക്കാരുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുടുംബങ്ങൾ വലുതാകുമ്പോഴത്തേക്ക് അവർ പുതിയ പുതിയ വീട് വയ്ക്കുകയും അതനുസരിച്ചും ഭൂമിയില്ലാത്തവരായി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമം ശരിക്കും ഗുണമാണെന്നോ ദോഷം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആംഗിളിൽ വലിയൊരു ഗുണം തന്നെയാണ് ചെയ്തത്, യാതൊരു സംശയമില്ല. ഒത്തിരി പേർക്ക് ഭൂമി ലഭ്യമായി. പക്ഷെ കൃഷിക്കിത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തു. അപ്പം കൃഷിയെപ്പറ്റിയുള്ളൊരു കാര്യം പറയുമ്പോൾ, ഈ ലാൻഡ് ഗോട്ട് ഫ്രാഗ്മെൻറ്റഡ് എന്നാണ് പറയുന്നത്. ചെറിയ തുണ്ട് കഷ്ണങ്ങളായി 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒന്നും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയകരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെറിയ തുണ്ട് ഭൂമി ആയിട്ട് മാറ്റുമ്പോൾ അത് എക്കണോമിക് അല്ല. എന്നാൽ നമ്മളുടെ ഭൂമിയിൽ ഉള്ള അത് കൺസോൾട്ടേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോൺട്രാക്ട് ഫാമിങ്ങിന് എതിരാണ്. ഞാൻ കൃഷി വകുപ്പ് ഡയറക്ടറായിരുന്നപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് ജോസെന്നോ മറ്റോ പേര് പറഞ്ഞൊരു കർഷകൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കൃത്യമായിട്ട് പേര് ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് എല്ലാ കർഷകരിൽ നിന്നും ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ച് ഏതാണ്ട് 280 ഏക്കറോളം സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. സർക്കാരിന് ആവശ്യമായിട്ടുള്ള ലെവി കൊടുക്കുന്നുണ്ട്, നെല്ല് ലെവി കൊടുക്കുന്നുണ്ട്. ഈ കർഷകർക്കാണെന്നുണ്ട് വരുമാനം കൊടുക്കുന്നുണ്ട്. കൃഷി എന്ന് പറയുന്നൊരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് മലയാളികളുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ വിയർപ്പിൻ്റെ അസുഖമുള്ളത് കാരണം ചെയ്യാൻ തീരെ പറ്റാത്തൊരു കാര്യമാണ്. ഇറങ്ങി പണിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇപ്പോൾ എഞ്ചിനീയർമാരൊക്കെ ആണെങ്കിൽ 3,000 രൂപയും 2,000 രൂപയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി പണിഞ്ഞാലും അവിടെ 1 ഏക്കർ റബ്ബർ ഉണ്ടെങ്കിൽ അത് ഇറങ്ങി വെട്ടാനായിട്ട് അവർ ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഈ സംഭവം അതൊക്കെ മാറി വരുമ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട് അവരുടെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുമ്പം ആരും കൃഷി ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും തയ്യാറല്ല. ഇപ്പോൾ ഞാൻ നെല്ലിയാമ്പതി ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20-25% ആൾക്കാർ ബംഗാളിൽ നിന്നും വന്ന്, ഞാനവരെ അതിഥി തൊഴിലാളികളൊന്നും വിളിക്കത്തില്ല, അതിനകത്ത് ഒത്തിരി ക്രിമിനൽസായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബംഗാളികൾ എന്ന് പറയുന്ന പൊതുവായിട്ട് ബംഗാൾ മാത്രമല്ല UP-യിൽ നിന്നുമൊക്കെ വരുന്ന ആൾക്കാരാണ് അവിടെ ഇത് തേയില നുള്ളുന്നതും അതുപോലെ തന്നെ തേയില എടുക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉത്സവമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസത്തേക്ക് വരത്തില്ല, പിന്നെ അടുത്ത ആളിനെ പഠിപ്പിച്ചുകൊണ്ട് വരും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ പലയിടത്തും ശാസ്ത്രീയമായിട്ടുള്ള കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം ഞാൻ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയെടുത്ത് ഞാൻ പറഞ്ഞു, ഈ ജോസ് എന്ന് പറയുന്ന കർഷകന് ഒരാനുകൂല്യവും സർക്കാർ കൊടുക്കുന്നില്ല. അതൊരു ഒരു തരത്തിലുള്ളൊരു കോൺട്രാക്ട് ഫാമിംഗ് തന്നെയാണ്. അപ്പം കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ ശരിക്കായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റിലയൻസ് പോലുള്ള വൻകിട കമ്പനികൾ
കർഷകരെ എല്ലാവരും കൂടെ കൂട്ടായ്മ ഉണ്ടാക്കി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, നിങ്ങൾ കൃഷി ചെയ്തോ, ഞങ്ങളിത് എടുക്കാം. മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ നയം അനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൃഷി ചെയ്യാൻ അറിയാവുന്ന ജോസിന് ഒരു ആനുകൂല്യം കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, ഒരു കാര്യം ചെയ്യും. ഞാൻ സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതായത് കർഷകർക്കും കൊടുത്തേക്കാം. അപ്പം ജോസ് ഈ കർഷകർക്ക് കൊടുക്കുന്ന ഭാഗം എങ്കിലും കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ജോസ് കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കട്ടെ, നമുക്ക് കൂടുതൽ ഏരിയ ഈ മാതൃകയിൽ ചെയ്യാം. അത് പറ്റില്ല. എന്നാൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. കർഷകർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത കർഷകർ അതായത് കൃഷി ഓഫീസർക്ക് ഈ സ്ഥലം 5 കൊല്ലത്തേക്ക് തരട്ടെ, അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് തരട്ടെ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. പക്ഷേ 3-4 കൊല്ലം കഴിയാതെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മണ്ണ് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മിനിമം 3 കൊല്ലം വേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കർഷകർ ഇടപെടട്ടെ, ആ ഗവൺമെൻറ്റുമായിട്ട് മറ്റുള്ള കൃഷി ചെയ്യാൻ അറിയാവുന്നവർ ഇത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺട്രാക്ട് രീതിയിൽ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ വരും. കാരണം എന്ന് വെച്ചാൽ മെക്കനൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ടർ കൊണ്ടുവരണമെങ്കിലോ ഒരു കൊയ്ത്തുമതി യന്ത്രം കൊണ്ടുവരണമെങ്കിലോ ഒക്കെ തന്നെ വലിയ ഏരിയ ഉണ്ടായാലേ എക്കണോമിക്കലായിട്ട് അത് ബെനിഫിറ്റ് ആകത്തുള്ളൂ. അല്ലാതെ ഈ 5 സെൻറ്റോ 10 സെൻറ്റോ 10 പറയ്ക്കകത്തോ ഒക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. അപ്പം നയം മാറ്റുക എന്ന് പറയുന്നത് ആർക്കും തയ്യാറുള്ളൊരു കാര്യമല്ല. ആര് ഭരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുരാഷ്ട്ര കുത്തക. ഈ ജോസ് ഒരു ബഹുരാഷ്ട്ര കുത്തകക്കാരനൊന്നുമല്ല. അയാൾക്ക് കൃഷി ചെയ്യാനും കൃഷിയോട് താല്പര്യമുള്ള ആളും, കൃഷി എന്ന് പറയുന്നത് മണ്ണിനെ പറ്റി അറിയണം, ക്ലൈമറ്റിനെ പറ്റി അറിയണം, വിത്തിനെ പറ്റി അറിയണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ കൃഷി വകുപ്പ് ഡയറക്ടറായിരുന്നുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കാളയെ പൂട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ട്രാക്ടർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃഷിയെപ്പറ്റി നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒത്തിരി സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ KSEBിലിരിക്കുമ്പോൾ അരൂരിനടുത്ത് 700 ഏക്കറോളം ഉപ്പുവെള്ളം കയറി കിടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരാൾ വന്ന് ഏതാണ്ട് എത്രയോ മെഗാവാട്ട് 200 മെഗാവാട്ട് മറ്റോ സോളാർ പാനൽ വയ്ക്കാം എന്ന് മുന്നോട്ട് വന്നു. ഒരു തരത്തിൽ കൃഷി ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അത് പറ്റില്ല. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ മീൻ വളർത്താനും പറ്റും, ഈ പാനലിൻ്റെ കീഴിൽ മീൻ വളർത്താനും പറ്റും. ഒരു തരത്തിൽ കർഷകൻ രക്ഷപ്പെടണമെന്ന് ചിന്തയില്ല. ഞാൻ പല കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കൃഷി ഓഫീസറും 41 കർഷകരും, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് തന്നെയാണ് എല്ലാ ആനുകൂല്യങ്ങളും, അവരിൽ നിന്നാണ് വിത്ത് വാങ്ങിക്കുന്നത്, എല്ലാ ആനുകൂല്യം ഇവർ തമ്മിലാണ്. ഏറ്റവും മികച്ച കർഷകൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നതും ഡൽഹി കൊണ്ടുവന്ന ഈ 41 കർഷകരാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കൃഷി ഓഫീസർക്ക് നേരെ ചൊവ്വേ കൃഷി ചെയ്ത് പരിചയമില്ല. 1000ഓളം പേരെ തീറ്റിപ്പോറ്റുകയാണ്. അപ്പോൾ ഇതാണ് കൃഷിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി സർവേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാൻഡ് റിഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ 3 വകുപ്പുണ്ട്. ബ്രിട്ടീഷുകാർക്ക് ശേഷം ഒരു സർവേ മാനുവൽ എഴുതിയത് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാനാണ്. ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇപ്പം നടക്കുന്ന ഡ്രോൺ സർവേയും സാറ്റലൈറ്റ് സർവേ അതൊക്കെ ഉൾപ്പെടുത്തി ഒരു മോഡേൺ സർവേ മാനുവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു സർവേ സംഘടനകൾ സമ്മതിച്ചില്ല. ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ തൈക്കാട് വില്ലേജ് തിരുവനന്തപുരത്ത് 3 മാസം കൊണ്ട് സർവേ പൂർത്തീകരിച്ചു. 4 മാസം കൊണ്ട് അതിൻ്റെ റെക്കോർഡ് തയ്യാറാക്കി. എന്നിട്ട് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങൾ വന്നു. ടൈം ബൗണ്ടായിട്ട് ഒരു വില്ലേജ് തീർത്തു. അതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കി എല്ലാ വീട്ടുകാർക്കും കൊടുത്തു. പരാതികളൊന്നുമില്ല. ആ കൂടെ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് പരാതി ഉണ്ടായിരുന്നു. അതൊഴിച്ച് ബാക്കി വലുതായിട്ട് പരാതികളില്ല, അവിടെ വെച്ച് പരിഹരിച്ചു. ഇന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പരാതികൾ കേരളത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സിവിൽ കോടതിയിൽ കിടക്കുന്ന 70% കേസുകളും ഈ സർവേ റെക്കോർഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. ഈ സർവേ റെക്കോർഡുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ മലബാർ ഏരിയയിൽ ഞാൻ സർവേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന സർവേ റെക്കോർഡുകൾ വെച്ച് ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അതിൻ്റെ ലാൻഡ്മാർക്സ് കാണാൻ പറ്റും. നമ്മുടെ ആൾക്കാർ 10 മണിയാകുമ്പോഴത്തേക്ക് വരും. എല്ലാവരും തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുള്ളവരാണ്. കാസർഗോഡ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പൂച്ചയെ കൊണ്ട് വിട്ടതുപോലെ കുറച്ച് കഴിയുന്ന തിരുവനന്തപുരത്ത് നിൽക്കുന്നതാണ്. അവരവിടോട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം ഭാഗങ്ങളിലുള്ള സർവേ നടക്കുകയും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. രണ്ടാമത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർവേ ചെയ്തിട്ടുള്ള റവന്യൂ റെക്കോർഡ്, ആ റവന്യൂ റെക്കോർഡ് ഒരു തണ്ടപ്പേരിലേക്ക് കൊണ്ടുവരികയും അതാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്
ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തണ്ടപ്പേര്, ആ തണ്ടപ്പേരെല്ലാം കൂടെ പുതിയ തണ്ടപ്പേര് കൊണ്ടുവന്ന് വയ്ക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തെ പേരൂർക്കട വില്ലേജിലാണ് 1996 സർവേ നടത്തി, 2006 2007 മറ്റോ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇതിനിടെ വന്ന മാറ്റങ്ങളൊന്നുമില്ല. പല വീടുകളിൽ ഇവർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. അവർക്ക് കിട്ടുന്ന ഒരു റെക്കോർഡ് എടുത്ത് വെച്ച് അങ്ങ് എഴുതും. കാരണം എന്താണ്? 19,000 പേരുള്ള പേരൂർക്കട വില്ലേജിൽ 14,000 പേര് കംപ്ലയിൻറ്റ് പോയി. ഒരു കംപ്ലയിൻറ്റിന് 1000 രൂപ വെച്ച് കൂട്ട്. 14,000 പേര് കൈക്കൂലി കൊടുത്തില്ല. 5,000 പേര് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു സർവേ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുമ്പം പറയുകയാണ്, ഞങ്ങൾ വിതച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൊയ്യുന്നതെന്ന് ഓർത്തോണം. പറഞ്ഞ കാര്യമാണ്. ഒരു വിജിലൻസ് കേസ് ഞാൻ ഉണ്ടായിരുന്ന സമയം ഞാൻ വിജിലൻസ് ഓഫീസറും കൂടെ ആയിരുന്നു. ആഞ്ഞിലി എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞ സർവേക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ആഞ്ഞിലി എന്നും കൂടെ ചേർത്തിട്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി 2 സ്കെച്ച് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന 4 ആഞ്ഞിലി എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പറമ്പിലാക്കാം, അല്ലെ പുറമ്പോക്കിലാക്കാം, ഏത് വേണമെന്ന് പറ. ഈ ആഞ്ഞിലിയുടെ വില വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തപ്പോൾ ഈ വീട്ടുടമസ്ഥൻ നല്ല മിടുക്കനായിരുന്നു. സാറേ 2 സ്കെച്ച് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് 2 കൂടെ കൊണ്ടുവന്ന് വിജിലൻസിന് കൊടുത്തു. അങ്ങനെ ഇയാളെ സസ്പെൻഡ് ചെയ്തു. അയാളുടെ പേര് തന്നെ അറിയുന്ന ആ രീതിയിലാണ്, ആഞ്ഞിലി ചേർത്തിട്ടാണ് അയാളുടെ പേര് തന്നെ അറിയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എവിടെ വേണേലും പറയും, ഇത് സർവീസിലിരുന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ്. 1966 ഏതാണ്ട് എൻ്റെ പ്രായമുണ്ട്, 59 കൊല്ലമായിട്ട് ഇവിടെ സർവേ നടക്കുകയാണ്. മാണി സാർ ഇരുന്നപ്പം തീർന്നിട്ടില്ല. എല്ലാവരും ഇവർ കളിപ്പിക്കുകയാണ്, ഒരാളെ പോലും കളിപ്പിക്കാൻ അറിയത്തില്ല. മാണി സാർ ഉണ്ടായിരുന്ന സമയത്താണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് പിന്നീട് പറയാം. ടോറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അയ്മനം താലൂക്കിലും അതുപോലെ തന്നെ അങ്കമാലി താലൂക്കിലും ആണെന്നുണ്ടെങ്കിൽ ആരംഭിച്ചു. അവിടെ ലൈസൻസ് സർവേറെ വെച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അവിടെ ലൈസൻസ് സർവേറെ വെച്ചു. ഇപ്പം സർവേർക്കും കൊടുക്കണം, ലൈസൻസ് സർവേർക്കും കൊടുക്കണം. അതാണ് സ്ഥിതി. 2 പേർക്കും കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. സ്കെച്ച് ഇതിനകത്ത് വെക്കുന്നതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്കെച്ചാണ് ഇപ്പോഴും ടോറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പ്രമാണത്തിൻ്റെ കൂടെ വയ്ക്കുന്നത്. കാര്യം അയൽക്കാരൻ്റെ കൂടെ വസ്തു ഇതിനകത്തുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയത്തില്ല. അയൽക്കാരന് നോട്ടീസ് കൊടുക്കണം, മതിൽ കെട്ടിയിട്ടില്ലെങ്കിൽ അയൽക്കാരന് നോട്ടീസ് കൊടുക്കണം. അത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കുലേഷൻ പ്രോജക്റ്റ്. ഇനി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ കിട്ടുന്ന രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് സർവേ ഉണ്ടാക്കുന്ന തണ്ടപ്പേരെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്, ഒരാളുടെ പേരും സ്കെച്ചും. ഈ ഡീറ്റെയിൽസ് ഒരു സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞ് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് റവന്യൂ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഞാൻ ഇപ്പം ജെയിംസ് സാറിൻ്റെ പേരിലേക്ക് ഇത് വസ്തു കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റിനകത്ത് ഇത് വരേണ്ടതാണ്, ഈ പേരുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഒരിക്കലും എൻ്റെ ഈ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ 10 സെൻറ്റ് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ, 10.5 സെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് കൊടുക്കാം, 5 സെൻറ്റ് എൻ്റെ പേര് നിൽക്കും, 5 സെൻറ്റ് അദ്ദേഹത്തിന്. ഇതിനാണ് ഈ പോക്ക് വരവ് എന്ന് പറയുന്നത്. ഒന്ന് പോക്ക് ചെയ്തിട്ട് മറ്റേതിടത്ത് വരവ് വയ്ക്കുന്നു. ഇതെവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ ഡേറ്റാ ബേസ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം സാംബശിവറാവു എന്ന് പറഞ്ഞ നല്ലൊരു സർവേ ഡയറക്ടറുണ്ട്, മിടുക്കനായിട്ടുള്ള IIT എന്നൊക്കെ പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം 238 വില്ലേജിലോളം ഈ സർവേ പൂർത്തീകരിച്ചു. അപ്പം ഞാൻ സാമ്പൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കേരളത്തിലെ ഏതാണ്ട് 1600 വില്ലേജുണ്ട്, അല്ലെങ്കിൽ 1400 കണ്ടാണ് കണക്ക്. പക്ഷേ അതിൻ്റെ പല കണക്കാണ്, സർവേക്കും റവന്യൂവിനും പല കണക്കാണ്. 1500 എന്ന് വെച്ചു. ഈ ഇത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര കൊല്ലം എടുക്കും? നിങ്ങളിപ്പോൾ 4-5 കൊല്ലം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും? അപ്പോഴത്തേക്ക് ഇതെല്ലാം പഴയതാകത്തില്ലേ? അതിന് ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വില്ലേജ് ഓഫീസിലും ഇരുന്ന്. അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് വില്ലേജിൻ്റെ ബൗണ്ടറി അളക്കുക, ഓരോ ബ്ലോക്കിൻ്റെ ബൗണ്ടറി അളക്കുക, അതിനകത്ത് നിൽക്കുന്ന തണ്ടപ്പേര് അല്ല പുറമ്പോക്ക് അതളക്കുക. ഇത്രയും മാത്രം അളന്നതിന് ശേഷം കർണാടകത്തിലും മറ്റുമൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഭൂമി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്ത് ബാക്കി സ്വകാര്യ വ്യക്തികൾ അവർ ട്രാൻസാക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അവർ സ്കെച്ച് ഉണ്ടാക്കുകയും ഇതൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സർവേ മാനുവലാണ് അന്നുണ്ടാക്കിയത്. ഈ ഒരു ട്രയാങ്കുലേഷൻ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ശ്രമിച്ചിട്ട് ആരെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇന്നും നടന്നിട്ടില്ല. ഈ 230 വില്ലേജിൽ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമില്ല. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് പഴയതാകും. ഐ ജി ഓഫ് രജിസ്ട്രേഷനായിട്ട് മിസ്റ്റർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു, നിലമ്പൂർക്കാരനാണ്. നല്ല മനുഷ്യൻ, വളരെ കാര്യപ്രാപ്തിയുള്ളൊരു. അദ്ദേഹം ഒരു ഐഡിയ കൊണ്ടുവന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് പറഞ്ഞു, ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എന്തിനാണ്, ഇതിനകത്ത് ആരെങ്കിലും വെണ്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തിനാണ് ഒരു വെണ്ടറുടെ സഹായം? എൻ്റെ ഡേറ്റാബേസ് ഉണ്ട്, ഞാൻ ജെയിംസ് സാറിന് കൊടുക്കുന്നു, ഇത് 2 ഉണ്ട്.
അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇത് കൊടുക്കുന്നു, ഇതിനൊരു വില, ഫെയർ വാല്യൂവിൻ്റെ മിനിമത്തിലുള്ളൊരു വില ഇടുന്നു. ഞാൻ പറയുന്നു ഇതിനകത്ത് ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, 5 കണ്ടീഷൻ, ഇത്രയും മതി. ഒരു വക്കീലിനെ സ്ഥിരമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത്. അതിന് പകരം ഈ മലയാളത്തിൽ ആർക്കും മനസ്സിലാകാത്ത രീതി കുറച്ച് ഭാഷ എഴുതി ഏതെങ്കിലും രീതിയിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പം അവരൊരു ജാഥയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത്. അത് അന്നത്തെ റവന്യൂ മന്ത്രിയോ IG രജിസ്ട്രേഷൻ മന്ത്രിയോ ഉദ്ഘാടനം ചെയ്ത് അതോടുകൂടി ആ ഇനിഷ്യേറ്റീവ് പോകുന്നുണ്ട്. അപ്പം നമുക്കിത് ഈ റിഫോംസ് ഒന്നും കൊണ്ടുവരാൻ ആർക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എബ്രഹാം ലിങ്കൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫോർ ദ യൂണിയൻസ്, ബൈ ദ യൂണിയൻസ്, ഓഫ് ദ യൂണിയൻസ്. ഇതാണ്. അവരെന്ത് പറയുന്നോ പൊതുജനത്തിന് യാതൊരു വിലയില്ല. അവരെന്ത് പറയുന്നോ, ഏത് യൂണിയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിയൻ പറയുന്ന അനുസരിച്ച് നോക്കുമ്പോൾ 10 പേരുടെ വോട്ടുണ്ട് എങ്കിൽ ആ രീതിയിൽ അവർ പറയുന്നതാണ്. ഈ രജിസ്ട്രേഷൻ വകുപ്പിനകത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ആരാണ് വിൽക്കുന്നത്, ആരാണ് വാങ്ങുന്നത്, വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റാബേസിൽ നിന്ന് വരും. എന്താണ് കണ്ടീഷൻ, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കാലശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് അനാഥാലയത്തിന് കൊടുക്കണം. അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് ഞങ്ങൾ 14 കണ്ടീഷൻസ് ഉണ്ടാക്കി. ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞ് നല്ല കാര്യമൊക്കെയാണ്, അതോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് റിഫോംസ് ആരും കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ഫ്ലാറ്റിൻ്റെ നമ്പറിങ് എടുക്കുക. ഒരു ഫ്ലാറ്റിൻ്റെ നമ്പർ മൊത്തം ഒറ്റ പേജിൽ എഴുതും, അതിനകത്ത് മൊത്തം വെട്ടിയും തിരുത്തുവാണ്. അപ്പം ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ ആ തൈക്കാട് വില്ലേജ് ഓഫീസിൽ ഞാനന്ന് കളക്ടറായിരുന്ന സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഒരു പേജിൽ തന്നെ 56 പേരുടെ പേജ് എഴുതിയേക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ഫ്ലാറ്റിൻ്റെ തണ്ടപ്പേര് നമ്പറില്ല, ആദ്യത്തെ പേര് തന്നെ 13,316-1 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറിട്. രണ്ടാമത്തെ ഫ്ലാറ്റുകാരൻ ഇത് ഓരോ പേജിൽ എഴുതരുത്, ഈ 56 കൂടെ ഒരു പേജിൽ എഴുതുന്നതാണ്. അന്ന് കൊടുത്ത നിർദ്ദേശം ഇപ്പോഴാണ് നടപ്പാക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നടപ്പാക്കുന്നത്. ഇത് നടപ്പാക്കാൻ പറ്റുന്നില്ല. വട്ടിയൂർക്കാവ് വില്ലേജ് ഞാൻ വേറൊരു പരിപാടി പറഞ്ഞു, അതും കളക്ടറായിട്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തണ്ടപ്പേരെല്ലാം കൂടെ അതെല്ലാം എടുത്തങ്ങ് മാറ്റിയിട്ട് പുതിയതിടലും. ആദ്യത്തെ തണ്ടപ്പേരെടുത്ത് നോക്കി വെരിഫൈ ചെയ്തിട്ട് അതിനകത്തൊരു തണ്ടപ്പേര് 1 പറയുന്നത് പഴയ തണ്ടപ്പേരിൻ്റെ 13ാമത്തെ വോളിയത്തിൽ 20,016 എന്ന് പറയുന്ന തണ്ടപ്പേരാണെങ്കിൽ അത് മാത്രം ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഒരു 3 കൊല്ലം കൊണ്ട് ക്യാൻസൽ ചെയ്യും. ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല. ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഇടപാട് നടക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ടൈറ്റിലിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പിൻ്റെ തന്നെ വസ്തുവാണെന്നുണ്ടെങ്കിൽ 2 പേര് തമ്മിൽ കച്ചവടം പഠിച്ചു, ബിഷപ്പ് പറഞ്ഞു പോലില്ല. എൻ്റെ സുഹൃത്തുക്കൾ പലരും വന്ന് ഞാനിവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, ആ 10 സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥ 3 പേർക്ക് വിറ്റു. എന്നിട്ട് ആ 3 പേരും കൂടെ കേസ് പറയുകയാണ്, ഇയാളെ കാണാനില്ല. ലാൻഡ് ടൈറ്റിലിംഗ് എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ലാൻഡ് ടൈറ്റിലിംഗ് എന്ന് പറയുന്ന ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ ലാൻഡ് ടൈറ്റിലിങ്ങിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടുത്തെ കൃഷി 2008 എനിക്കൊന്ന് ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 26 ഏതൊരു ഡേറ്റിന് മുമ്പ് അത് നികത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി വെച്ച് നോക്കാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് ലാൻഡ് കൺവേർഷന് വേണ്ടി കൺസൾട്ടൻസി കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാ നിങ്ങൾ പറ. ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ വിജിലൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കുന്ന വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് ഈ കൺസൾട്ടൻറ്റിന് കൊടുത്താൽ മതി, അവർ മാറ്റിത്തരും. അപ്പോൾ എന്തിനാണ് ഈ ലാൻഡ് കൺസൾട്ടൻസി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻകാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോരോ ജനങ്ങളെ ഇങ്ങനെ ഓരോന്നിനകത്ത് കുഴപ്പിച്ചിടുക. ഇത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സർവേ മാനുവൽ ചെയ്ത് കഴിഞ്ഞപ്പം വടക്കൻ സാറിൻ്റെ ബുക്കിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, കോടതി പോയി 4 കേസാണ്, ഉടൻ തന്നെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ പാടില്ല. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള സർവേ മാനുവലിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എൽട്ടൺ എസ്റ്റേറ്റ്, ഞാൻ ഏവിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനായിട്ട് ഇവിടെ എടുത്തു. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു, എന്ത് നിയമം? നിങ്ങളത് തോട്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ തോട്ടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അല്ലേ ടൈറ്റില്. എന്തുകൊണ്ട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണ്ട.
ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് കൊടുത്തിരിക്കുന്നു, അത് ലീസിനാണ്, കോമ്പൻസേഷൻ കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വിവക്ഷയാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ നടപ്പാക്കാതിരിക്കും. ഇത് ഏതോ ഒരാളുടെ തലയിൽ തോന്നിയതാണ്, ഏതോ ഒരു ക്ലർക്ക് അവിടെ നിന്നുകൊണ്ട് എഴുതി ഇത് എക്സെപ്റ്റ് ചെയ്ത് ഭൂപരിഷ്കരണത്തിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് തോട്ടമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? അത് ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി, എയർ സ്ട്രിപ്പിന് വേണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടക്കണി നടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നമുക്കിങ്ങനെ കടം വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതൊരു അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം നദിയുടെ ഇപ്പം ഈയുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ജെയിംസ് സാർ ഇവിടെ പറഞ്ഞു. അവിടെ എല്ലാം നദികൾ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ കല്ല് കെട്ടില്ല, നല്ല ഒന്നാന്തരം കോൺക്രീറ്റ് മതിൽ കെട്ടിയിട്ടാണ്. എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കോൺക്രീറ്റ് മതിൽ കെട്ടി എൻ്റെ സൈഡ്. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഫെബ്രുവരി ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ തെയിംസ് നദിയുടെ സൈഡെല്ലാം നല്ലപോലെ കെട്ടിയിട്ടുണ്ട്. അതിനിപ്പുറത്തോട്ട് ഒരു റോഡ് മാറിയിട്ടാണെന്നുണ്ട് ഇഷ്ടംപോലെ കെട്ടിടമുണ്ട്. ഇവിടെ ഈ പറഞ്ഞതുപോലെ 50 മീറ്റർ 200 മീറ്റർ വിട്ടേക്കാൻ, 200 മീറ്റർ ഇതിൽ നിന്ന് വിട്ടിട്ട് പിന്നെ എവിടെയാണ് കൊണ്ടുവന്നൊരു കെട്ടിടം വയ്ക്കാൻ പറ്റുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ റിസോർട്ട്സുകൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഏറ്റവും നോക്കിയാൽ മതി. ഞാൻ 1996 തൊട്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് മിക്കവാറും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഔദ്യോഗികമായിട്ട്. എടപ്പള്ളി തൊട്ട് അരൂർ വരെയുള്ള മാറ്റങ്ങൾ ഞാൻ മിക്കവാറും എൻ്റെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളൊക്കെ ഇൻസ്പെക്ഷനും മറ്റുമൊക്കെ എറണാകുളത്തായിരുന്നുകൊണ്ട് അവിടെ കാണുമായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും കാണുന്നുണ്ട്, ഓരോ വയൽ നികത്തുകയാണ്. ഇവിടെ നിയമമുണ്ടോ? എങ്ങനെ നികത്തുന്നു? കൈക്കൂലി കൊടുക്കുക, നികത്തുക, കൈക്കൂലി കൊടുക്കുക, നികത്തുക എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു നിയമമില്ല. ഇന്നൊന്ന് എടുത്ത് നോക്ക്, അതെല്ലാം റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേഷനുണ്ട്. ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാനായിട്ട് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു 3 ദിവസത്തേക്കെങ്കിലും ഒന്ന് ഓണത്തിന് ശമ്പളം കൊടുക്കാനായിട്ട് ചാർജ് എടുക്കണമെന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ചെറിയ 2 നില കെട്ടിടത്തിനകത്താണ് ഈ കോർപ്പറേഷൻ നിൽക്കുന്നത്. 1200 കോടി രൂപയുടെ വർക്കാണ് അവിടുത്തെ 7 എഞ്ചിനീയർമാർ ചേർന്ന് ചെയ്യുന്നത്. ഈ വർക്കുകളെല്ലാം എന്താണ്? നബാർഡിൻ്റെ വർക്കുകളാണ്, RIDF-ലുള്ള വർക്കുകളാണ്. നബാർഡിൻ്റെ വർക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? വയലിൻ്റെ നടുക്കൂടെ ട്രാക്ടറിനൊരു റോഡ്. മനസ്സിലാക്കണം, ട്രാക്ടർ വളം കൊണ്ടുപോകാനും വിത്ത് കൊണ്ടുപോകാൻ ട്രാക്ടറിന് എന്തിനാ റോഡ്? അതാരും ചോദിച്ചിട്ടില്ല. എന്നിട്ട് അതങ്ങോട്ട് നികത്തി കൊടുക്കും. നികത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു വകുപ്പുണ്ട്, 5 സെൻറ്റ് വീടില്ലാത്തവന് വയൽ നികത്തി വയ്ക്കാം. ഒരു 10 പേരെ കൊണ്ടുവരും, 5 സെൻറ്റ് വീതം വെച്ച് വാങ്ങിക്കും. അതെല്ലാം കൂടെ ഒറ്റ പ്ലോട്ടാക്കും. അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കും. 5 പേരുടെ പേരിലാവും. അത് പത്രത്തായിട്ട് രജിസ്റ്റർ ചെയ്യും. ഏത് രജിസ്ട്രേഷൻ ഓഫീസിൽ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പത്രത്തായിട്ട് രജിസ്റ്റർ ചെയ്യും. അവിടെ ഈ വയൽ നശിപ്പിക്കുന്നതിൻ്റെ ഞാൻ അടിവരയിട്ട് പറയാം, ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നബാർഡിൻ്റെ ലോൺ കൊണ്ടാണ് കേരളത്തിലെ വയലുകളില്ലാതാകുന്നത്. ഇത് എല്ലാവരെയും പറ്റിക്കുകയാണ്. ഇതെന്തിനാണ് നബാർഡ് ലോൺ കൊടുത്തിട്ട് ട്രാക്ടർ റോഡ് ഉണ്ടാക്കുന്നത്? ഒരു ഒറ്റ റോഡ് ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ വയലിൽ. ഇംഗ്ലണ്ടിൽ മറ്റുമൊക്കെ ഒരു നിയമം പണ്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആ നിയമം അനുസരിച്ചിട്ട് മൂത്ത മക്കൾക്ക് മാത്രമേ കൃഷിഭൂമി കൊടുക്കാൻ പാടുള്ളൂ. അതൊരിക്കലും ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, കഷ്ണങ്ങളാക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇളയ മോൻ 5 സെൻറ്റ് കൊടുത്തു, ഉടൻ തന്നെ അവൻ പോയിട്ടാണെന്നുണ്ട് റവന്യൂ പോയിട്ട് അത് കൺവെർട്ട് ചെയ്യുക. മൂത്ത മോൻ 5 സെൻറ്റ് കൊടുത്തു, അവനും കൺവെർട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ 3 പേരും കൂടെ ചേർന്ന് 15 സെൻറ്റ് വേറൊരുത്തിന് കൊടുത്തു. അങ്ങനെ കുറച്ച് പേർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ചേർത്ത് ഒരേക്കറാണെന്നുണ്ടെങ്കിൽ നികത്തും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാഴ്സായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം കടലിലേക്ക് ഇപ്പം എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജെയിംസ് സാറൊക്കെ പറഞ്ഞു. സിംഗപ്പൂർ 1965 സിംഗപ്പൂർ 578 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു ദ്വീപാണ്. അവിടെ ഒന്നുമില്ല. അത് വികസിച്ച് വന്നു കഴിഞ്ഞപ്പം ഇന്ന് അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 719 സ്ക്വയർ കിലോമീറ്റർ. എങ്ങനെ ഉണ്ടായത്? എസ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ മറൈൻ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നികത്തി അവിടെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് ഞാൻ അർബൻ അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജിഡ എന്ന് പറയുന്ന ഗോസ്റ്റ് ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നോക്കുമ്പോൾ 250 കോടി രൂപ അന്നത്തെ എൻ്റെ പൈസ കിടക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പോൾ 3 പാലം സാങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ സാങ്ഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അന്ന് അതിനകത്ത് 47 ലക്ഷം രൂപ പെർ സെൻറ്റ് വരെ ലേലം വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുത്തു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ചൈന പോലും 13,500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ കടൽ നികത്തി എടുത്തിട്ടുണ്ട്. നെതർലാൻഡ്സ് ഏതാണ്ട് 7000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ നികത്തി എടുത്തിട്ടുണ്ട്. ദുബായി പോയി കഴിഞ്ഞാൽ ദുബൈയിലുള്ള മിക്കവാറും ഉള്ള ഹോട്ടലുകളെല്ലാം കടലിലോട്ട് നികത്തിയിട്ടാണ് എടുക്കുന്നത്.
സിംഗപ്പൂരിൽ ഇത്രയും വ്യത്യാസം വരുന്ന കേരളം ഇനിയും ലാൻഡ് വേണമെന്നുണ്ടെങ്കിൽ കടൽ നികത്തി എടുക്കണം. ആര് പാരിസ്ഥിതികവാദം പറഞ്ഞാലും കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു 10-500 സ്ക്വയർ കിലോമീറ്ററോ അത് ഇന്ത്യ ഗവൺമെൻറ് മൊത്തത്തിൽ ചെയ്യാവുന്നതാണ്. അതാണെന്നുണ്ടെങ്കിൽ പ്രൈം പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടബാധ്യതകളെല്ലാം തീരും. അതുകൊണ്ട് എന്ത് എക്കോളജിക്കൽ ഡാമേജ് ആയിട്ട് ഇവിടെ പറയുന്നത്? നിങ്ങൾ കടലിലൊന്ന് പോയി നോക്കണം. ഞാൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അവിടെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആദ്യം മാറ്റി. നിങ്ങൾ അവിടുത്തെ എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പം ഞാൻ KSEBയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നല്ല കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇങ്ങനെ വരുന്നത്. ഉള്ള നദികളായിട്ടുള്ള നദികൾക്കകത്ത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് കാരണം ഇപ്പം പുതുതായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിനകത്ത് തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വന്ന് നിറയുന്ന കാരണം ഞങ്ങൾ 3 ത്രാഷ് ഗാർഡ് വയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നദികൾ മൊത്തം പൊള്യൂട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ നടത്തിയാണെന്ന് എനിക്കറിയാം. അവിടെ ഉണ്ടാകുന്ന ഓടകൾക്കകത്ത് മൊത്തം ഏതാണ്ട് 10% ഹോട്ടലുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കക്കൂസ് മാലിന്യങ്ങളാണ് ഇവിടുന്ന്. ഈ വെള്ളമാണ് ഈ കടലിൽ പോകുന്നത്. ഇവിടെ നിന്ന് നികത്തി എന്ന് പറയുമ്പം പാരിസ്ഥിതികവാദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിൻ്റെ കടങ്ങൾ തീരത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പല രാജ്യങ്ങളും ആ രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇവിടെ ലാൻഡ് ടൈറ്റിലിങ് കൊണ്ടുവരണം. ജോസ് കെ മാണി സാറും മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം ലാൻഡ് ടൈറ്റിലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വസ്തു ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡിനൊരു യുണീക്ക് നമ്പർ ഉണ്ടാകും. തണ്ടപ്പേരെന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പറായിരിക്കും. അത് ഇന്ന തണ്ടപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു പ്രഭാറിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ആബ്സല്യൂട്ടാണ്. അത് സ്റ്റേറ്റ് ഗ്യാരണ്ടീസ്. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റാണ് ഉത്തരവാദി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ഇതാണ് ലോകത്തെമ്പാടും റിട്ടേണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300 കൊല്ലം കൊണ്ടാണ് അതിൻ്റെ ലിറ്റിഗേഷൻ മറ്റും തീർന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാണിസാറിൻ്റെ കാലത്താണ് ടോറൻറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സ്കെച്ച് മാത്രമേ നടത്താനായിട്ട് ആ വകുപ്പ് സമ്മതിച്ചുള്ളൂ. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കർട്ടൻ പ്രിൻസിപ്പിളാണ്. കർട്ടൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കർട്ടൻ ഇടുകയാണ്. ആ കർട്ടന് പിന്നിൽ എന്ത് നടന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇന്ന് ആരുടെയൊക്കെ കൈവശം ഭൂമി ഇരിക്കുന്നോ അവർക്കെല്ലാവർക്കും 3 കൊല്ലം 2 ഒബ്ജക്ഷൻ റേസ് ചെയ്തില്ലെങ്കിൽ, അതായത് ആരെങ്കിലും വന്നിട്ട് ഇത് എൻ്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലെങ്കിൽ അയാളുടെ പേരിൽ ടൈറ്റിൽ കൊടുക്കുകയാണ് ഗവൺമെൻറ്. ഇതാണ് ലാൻഡ് ടൈറ്റിലിങ്. പറയുന്നത് ഈസിയാണ്. 3 കൊല്ലത്തിനുള്ളിൽ ഈ ടൈറ്റിൽ ആരും റേസ് ചെയ്തിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല, ഒരു സ്വകാര്യ വ്യക്തി ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ട്രിബ്യൂണൽ വെച്ചാൽ മതി. അതിലാരാന്നുള്ളത് തീരുമാനിച്ചെടുക്കാം. സമയബന്ധിതമായിട്ടാണെന്നുണ്ടെങ്കിൽ തീർക്കാം. അപ്പോൾ കേർട്ടൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇട്ട് കഴിഞ്ഞാൽ കർട്ടന് പിന്നിലുള്ള എന്ത് കാര്യങ്ങളും നടന്നാലും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഇത് ജന്മം, കാണ്ഡം, മറ്റേത് മറിച്ചത് പൂഞ്ഞാർ രാജവംശത്തിൻ്റെയാണ്, കുറച്ച് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയാണ്. അവരുടെ നിന്നൊക്കെ പോയിട്ട് എത്രയോ കാലം. ഇത് ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോരോ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയും ബാക്കിയുള്ളതൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേർട്ടൻ പ്രിൻസിപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരാളുടെ കൈവശമുണ്ട്, അയാളുടെ പേരിലൊരു ടൈറ്റിലുണ്ട്, അതായത് അയാളുടെ ഒരു തെളിയിക്കാനൊരു പേപ്പറുണ്ട്, അല്ല കൈവശം വല്ലവൻ്റെ കയറി വെച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിലൊരു ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് ഒരു കൈവശം ഉണ്ടെങ്കിൽ ഹി വിൽ ബി ഗിവൺ എ ലാൻഡ് ടൈറ്റിൽ. ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ജോബ്. അത് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഏതെങ്കിലും ഗവൺമെൻറ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രയോ ശുപാർശ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് മിറർ പ്രിൻസിപ്പിൾ. കേർട്ടൻ പ്രിൻസിപ്പിൾ കൂടാതെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് മിറർ പ്രിൻസിപ്പിൾ. നമ്മുടെ കണ്ണാടിയുടെ പ്രതിഫലനം പോലെ ഭൂമിയിൽ എന്തുണ്ടോ ആ ഭൂമിയിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ റെക്കോർഡിലുണ്ടാകും. അതിനകത്ത് എത്ര തെങ്ങുണ്ട്, പഴയ തിരുവിതാംകൂറിൻ്റെ ബേസിക് ടാക്സ് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര തെങ്ങുണ്ട്, എത്ര ആഞ്ഞിലിയുണ്ട്, എത്ര കമുകുണ്ട്, ഇത് വളരെ കൃത്യമായിട്ട് ഭൂമിയിൽ എന്തുണ്ട്. അതിനകത്ത് 2350 സ്ക്വയർ ഫീറ്റുള്ള കോർപ്പറേഷനിൽ TC നമ്പർ 8/471 എന്ന് പറയുന്ന വീടുണ്ട്. അത് 2 നില വീടാണ്. ഇതെല്ലാം അതിനകത്ത് കാണും. അപ്പം പിന്നെ കോർപ്പറേഷൻ ഇതിപ്പം വീട് ലാൻഡ് ഒരുത്തൻ്റെ പേരിലിരിക്കുകയാണ്, കോർപ്പറേഷൻ്റെ പേര് വേറൊരുത്തൻ്റെ പേര് വീടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ ആ മിറർ പ്രിൻസിപ്പിൾ ഇതിനകത്തുണ്ട്. റെക്കോർഡിൽ എന്തുണ്ടോ അത് ഭൂമിയിലുണ്ട്, ഭൂമിയിൽ എന്തുണ്ടോ അത് റെക്കോർഡിലുണ്ട്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രിൻസിപ്പിളാണ്. സർക്കാർ നിങ്ങളുടെ പേരിലേക്ക് ഒരു ടൈറ്റിൽ തരുന്നു. ഉദാഹരണത്തിനൊരു വ്യക്തി സൗദി അറേബ്യ ജയിലിലായിരുന്നു, 12 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ വരുന്നു. അപ്പോൾ അയാളൊരു രേഖയായിട്ട് വരുവാണ്, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്, എങ്ങനെയൊക്കെയോ മറിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരാൾക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ വാങ്ങിച്ച ആൾ അതിനകത്ത് ഉദാഹരണത്തിന്
ഒരു വീട് വെച്ചിട്ടുണ്ട്. അയാൾ ജെന്യുവൻ ബയറാണ്, അയാൾ ആരും കളിപ്പിച്ചതല്ല. അയാൾക്ക് മുമ്പ് 2-3 പ്രമാണം നടത്തുന്ന സമയത്ത് ആരോ കളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇയാളൊരു ജെന്യുവൻ ബയറാണ്. അപ്പോൾ ഒരു ട്രിബ്യൂണൽ ഇരുന്നിട്ട് ഒരു ഇൻഷുറൻസ് കൊടുക്കും. ഒന്നീ ഇയാൾക്ക് വീട് വെച്ചതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഭൂമിയുടെ കോമ്പൻസേഷൻ കൊടുക്കണം. ഈ 3 പ്രിൻസിപ്പിൾ ചെയ്ത് ആന്ധ്രാപ്രദേശ് ഒരു അറ്റംപ്റ്റ് നടത്തി, ലാൻഡ് ടൈറ്റിലിംഗ് ആക്ടിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി. ഞാനും അവിടെ പോയി, അവിടുത്തെ ഒരു അഗർവാൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലാൻഡ് ടൈറ്റിലിംഗ് വരാത്തിടത്തോളം കാലം നിങ്ങളെല്ലാവരും കോടതിയിൽ കയറി ഇറങ്ങി നിങ്ങളുടെ ജീവിതം, ഒരു സിവിൽ കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കോടതിയിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10-20 കൊല്ലം നമ്മുടെ ജീവിതകാലത്ത് അതിനകത്തൊരു പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ കോടതിക്കറിയില്ല, കോടതി ഒരു വക്കീലിനെ വയ്ക്കും. അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമിക്കസ് ക്യൂറിയായിട്ട് വരുന്ന വക്കീൽ എന്തെങ്കിലും എഴുതി കൊടുക്കും, അതും പിന്നെ ഡിസ്പ്യൂട്ട് ചെയ്ത് അടുത്ത ആൾ പോകും. ഈ ലാൻഡ് ടൈറ്റിലിംഗ് കേരളത്തിൽ കൊണ്ടുവരാത്തിടത്തോളം കാലം കേരളത്തിലെ പ്രശ്നങ്ങൾ തീരത്തില്ല. അതാണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലാൻഡ് ടൈറ്റിലിങ്ങിലേക്ക് പോകണം. കേരളത്തിലെ ഭൂമിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി, അത് എസ്റ്റേറ്റ് ആയാലും, എത്രയോ എസ്റ്റേറ്റുകൾ പലയിടത്തും കിടക്കുന്നുണ്ട്. അത് ഭൂമിയായാലും എസ്റ്റേറ്റ് ആയാലും ശരി, നെൽഭൂമിയാണെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷനോ മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ്. അതൊക്കെ പലർക്കും ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി ലഭ്യമാകും. ഞാനിപ്പം വൈദ്യുതി ബോർഡിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് പറയാം, അടുത്ത 2 കൊല്ലം കൊണ്ട് സർപ്ലസായിട്ട് വൈദ്യുതി ഉണ്ടാകും. അതിനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് ടെൻഡറും വിളിച്ച് ഫൈനലൈസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വൈദ്യുതി ഉണ്ട്, ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇൻഡസ്ട്രി ഓട്ടോമാറ്റിക്കായിട്ട് വരും. വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനം ഗവൺമെൻറ് എടുക്കണം. ആദ്യം വേണ്ടത് ലാൻഡ് റിഫോംസിനെ, ഇനി ഫർദർ റിഫോംസ്, 2ാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളന്ന് മുഖ്യമന്ത്രി ഒരു PS അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എഴുതി കൊടുത്ത്, അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് അല്ല. ആ കൺവിൻസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കണം, ഇത് ചെയ്യണം. ജനങ്ങൾക്കുണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സമയം അതിക്രമിച്ചു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞാൻ ഇന്ന് മാതൃഭൂമിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പുള്ളിപ്പുലികളിൽ 40% പട്ടികളെ തിന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടികളെ പിടിച്ച് കാട്ടിക്കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കും. ഉള്ള കാടിനകത്താണെന്നുണ്ടെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, ഞാൻ പോകുന്ന കാരണം എല്ലാം കുറ്റിക്കാടാണ്. ഒരു പുലിക്കോ ഒരു കടുവയ്ക്കോ ഒന്നിനും തന്നെ ഒരു മൃഗത്തെയും പിടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത്രയ്ക്ക് കുറ്റിക്കാട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ വനസംരക്ഷണമാണെങ്കിൽ ആ രീതിയിൽ ഇതിന് അനുയോജ്യമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വനവും എക്കോളജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കും. ഇതൊന്നും കാണാതെ പുതിയ ഏരിയയിൽ വെച്ച് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഈ ഗവൺമെൻറ്റോ വരുന്ന ഗവൺമെൻറ്റുകളോ ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, അതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് എത്രയോ കോടി രൂപയാണെന്നുണ്ടെങ്കിൽ മതിലിന് വേണ്ടി ചെലവഴിക്കുന്നത്. വലിയ മതിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ആളുകൾ ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നതാണ്. നിങ്ങൾ വിദേശത്ത് പോയി നോക്ക്, ഒരിടത്തും മതിലില്ല. അവിടെ വ്യക്തമായിട്ട് ടൈറ്റിലുണ്ട്. പിന്നെ ഇവിടുത്തെ പോലെയാണെന്നുണ്ടെങ്കിൽ അതിർത്തി കൊണ്ടുവന്നിട്ടാണെന്ന് ആഞ്ഞിലി വയ്ക്കുന്ന പരിപാടി അവർക്കും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, കാര്യമായിട്ടുള്ളൊരു റിഫോംസ് ഈ രംഗത്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ അവിടുന്ന് വന്ന് പറഞ്ഞത്. നമ്മുടെ വടക്കൻ സാറും ഡിജോയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കട്ടെ. ജോസ് കെ മാണി സാറും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എടുക്കണം. അടുത്ത ഗവൺമെൻറ്റെങ്കിലും വരുന്നുണ്ട്. എല്ലാവരും മാനിഫെസ്റ്റോ എഴുതുന്നുണ്ട്. ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് 2999 പോസ്റ്റ് ടെമ്പററി പോസ്റ്റാണ്. അത് അബോളിഷ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആളുകൾ തമ്മിൽ പറഞ്ഞ് തീർക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിനു വരെ ഇവർ സർവേ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കേസ് കുറയും. സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രം കേസ് കൂടും. താങ്ക് യു വെരി മച്ച്. ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഈ അണ്ടർ വാല്യുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആർബിട്രറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഫെയർ വാല്യൂ ഒരിക്കലും പല കേസിലും ഞാൻ നോക്കിയിട്ടുള്ളത് ഫെയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും വളരെ കുറവാണ്. പിന്നെ ചില കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ. അത് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 10-15% കൂടുതലേ ഓവർ വാല്യൂഡ് ആയിട്ട് വരുന്നുള്ളൂ. ഫെയർ വാല്യൂ അതുകൊണ്ട് എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കുള്ള മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാവരും കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്ക് അതിനിടെ ഒരു കല്യാണ വീട്ടിലൊന്ന് കയറണം. അവരൊക്കെ പോകുന്നതിന് മുന്നേ പോവുകയും വേണം. കളിപ്പിക്കാൻ അറിയത്തില്ല. മാണി സാർ ഉണ്ടായിരുന്ന സമയത്താണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് പിന്നീട് പറയാം. ടോറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അയ്മനം
താലൂക്കിലും അതുപോലെ തന്നെ അങ്കമാലി താലൂക്കിലും ആണെന്നുണ്ടെങ്കിൽ ആരംഭിച്ചു. അവിടെ ലൈസൻസ് സർവേറെ വെച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അവിടെ ലൈസൻസ് സർവേറെ വെച്ചു. ഇപ്പം സർവേർക്കും കൊടുക്കണം, ലൈസൻസ് സർവേർക്കും കൊടുക്കണം. അതാണ് സ്ഥിതി. രണ്ടുപേർക്കും കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. സ്കെച്ച് ഇതിനകത്ത് വെക്കുന്നതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്കെച്ചാണ് ഇപ്പോഴും ടോറൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പ്രമാണത്തിൻ്റെ കൂടെ വയ്ക്കുന്നത്. കാര്യം അയൽക്കാരൻ്റെ കൂടെ വസ്തു ഇതിനകത്തുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയത്തില്ല. അയൽക്കാരന് നോട്ടീസ് കൊടുക്കണം. മതിൽ കെട്ടി ഇട്ടില്ലെങ്കിൽ അയൽക്കാരന് നോട്ടീസ് കൊടുക്കണം. അത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കുലേഷൻ പ്രോജക്റ്റ്. ഇനി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ കിട്ടുന്ന രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് സർവേ ഉണ്ടാക്കുന്ന തണ്ടപ്പേരെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരാളുടെ പേരും സ്കെച്ചും. ഈ ഡീറ്റെയിൽസ് ഒരു സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞ് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് റവന്യൂ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഞാൻ ഇപ്പം ജെയിംസ് സാറിൻ്റെ പേരിലേക്ക് ഇത് വസ്തു കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റിനകത്ത് ഇത് വരേണ്ടതാണ്, ഈ പേരുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഒരിക്കലും എൻ്റെ ഈ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ 10 സെൻറ്റ് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ, 10.5 സെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് കൊടുക്കാം. 5 സെൻറ്റ് എൻ്റെ പേര് നിൽക്കും, 5 സെൻറ്റ് അദ്ദേഹത്തിന്. ഇതിനാണ് ഈ പോക്ക് വരവ് എന്ന് പറയുന്നത്. ഒന്ന് പോക്ക് ചെയ്തിട്ട് മറ്റേതിടത്ത് വരവ് വയ്ക്കുന്നു. ഇതെവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ ഡാറ്റാ ബേസ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം സാംബശിവറാവു എന്ന് പറഞ്ഞ് നല്ലൊരു സർവേ ഡയറക്ടറുണ്ട്, മിടുക്കനായിട്ടുള്ള IIT എന്നൊക്കെ പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം 238 വില്ലേജിലോളം ഈ സർവേ പൂർത്തീകരിച്ചു. അപ്പം ഞാൻ സാമ്പൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കേരളത്തിലെ ഏതാണ്ട് 1600 വില്ലേജുണ്ട്, അല്ലെങ്കിൽ 1400 കണ്ടാണ് കണക്ക്. പക്ഷേ അതിൻ്റെ കയ്യിൽ പല കണക്കാണ്, സർവേക്കും റവന്യൂവിനും പല കണക്കാണ്. 1500 എന്ന് വെച്ചു. ഈ ഇത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര കൊല്ലം എടുക്കും? നിങ്ങളിപ്പോൾ 4-5 കൊല്ലം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും? അപ്പോഴത്തേക്ക് ഇതെല്ലാം പഴയതാകത്തില്ലേ? അതിന് ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വില്ലേജ് ഓഫീസിൽ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് വില്ലേജിൻ്റെ ബൗണ്ടറി അളക്കുക, ഓരോ ബ്ലോക്കിൻ്റെ ബൗണ്ടറി അളക്കുക, അതിനകത്ത് നിൽക്കുന്ന തണ്ടപ്പേര് അല്ല പുറമ്പോക്ക് അതളക്കുക. ഇത്രയും മാത്രം അളന്നതിന് ശേഷം കർണാടകത്തിനും മറ്റുമൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഭൂമി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്ത് ബാക്കി സ്വകാര്യ വ്യക്തികൾ അവർ ട്രാൻസാക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അവർ സ്കെച്ച് ഉണ്ടാക്കുകയും ഇതൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സർവേ മാനുവലാണ് അന്നുണ്ടാക്കിയത്. ഈ ഒരു ട്രയാങ്കുലേഷൻ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ശ്രമിച്ചിട്ട് ആരെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇന്നും നടന്നിട്ടില്ല. ഈ 230 വില്ലേജിൽ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമില്ല. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് പഴയതാകും. ഐ ജി ഓഫ് രജിസ്ട്രേഷനായിട്ട് മിസ്റ്റർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു, നിലമ്പൂർക്കാരനാണ്. നല്ല മനുഷ്യൻ, വളരെ കാര്യപ്രാപ്തിയുള്ളൊരു. അദ്ദേഹം ഒരു ഐഡിയ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പറഞ്ഞു, ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എന്തിനാണ്, ഇതിനകത്ത് ആരെങ്കിലും വെണ്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തിനാണ് ഒരു വെണ്ടറുടെ സഹായം? എൻ്റെ ഡേറ്റാബേസ് ഉണ്ട്, ഞാൻ ജെയിംസ് സാറിന് കൊടുക്കുന്നു, ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇത് കൊടുക്കുന്നു, ഇതിനൊരു വില, ഫെയർ വാല്യൂവിൻ്റെ മിനിമത്തിലുള്ള ഒരു വില ഇടുന്നു. ഞാൻ പറയുന്നു ഇതിനകത്ത് ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, 5 കണ്ടീഷൻ, ഇത്രയും മതി ഒരു വക്കീലിനെ സ്ഥിരമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത്. അതിന് പകരം ഈ മലയാളത്തിൽ ആർക്കും മനസ്സിലാകാത്ത രീതി കുറച്ച് ഭാഷ എഴുതി ഏതെങ്കിലും രീതിയിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പം അവരൊരു ജാഥയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത്. അത് അന്നത്തെ റവന്യൂ മന്ത്രിയോ IG രജിസ്ട്രേഷൻ മന്ത്രിയോ ഉദ്ഘാടനം ചെയ്ത് അതോടുകൂടി ആ ഇനിഷ്യേറ്റീവ് പോകുന്നത്. അപ്പം നമുക്കിത് ഈ റിഫോംസ് ഒന്നും കൊണ്ടുവരാൻ ആർക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എബ്രഹാം ലിങ്കൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫോർ ദ യൂണിയൻസ്, ബൈ ദ യൂണിയൻസ്, ഓഫ് ദ യൂണിയൻസ്. ഇതാണ്. അവരെന്ത് പറയുന്നോ പൊതുജനത്തിന് യാതൊരു വിലയില്ല. അവരെന്ത് പറയുന്നോ ഏത് യൂണിയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിയൻ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ 10 പേരുടെ വോട്ടുണ്ട് എങ്കിൽ ആ രീതിയിൽ അവർ പറയുന്നതാണ്. ഈ രജിസ്ട്രേഷൻ വകുപ്പിനകത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ആരാണ് വിൽക്കുന്നത്, ആരാണ് വാങ്ങുന്നത്, വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റാബേസിൽ നിന്ന് വരും. എന്താണ് കണ്ടീഷൻ, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കാലശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് അനാഥാലയത്തിന് കൊടുക്കണം. അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് ഞങ്ങൾ 14 കണ്ടീഷൻസ് ഉണ്ടാക്കി. ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞ് നല്ല കാര്യമൊക്കെയാണ്, അതോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് റിഫോംസ് ആരും കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ഫ്ലാറ്റിൻ്റെ നമ്പറിങ് എടുക്കുക. ഒരു ഫ്ലാറ്റിൻ്റെ നമ്പർ മൊത്തം ഒറ്റ പേജിൽ എഴുതും, അതിനകത്ത് മൊത്തം വെട്ടിയും തിരുത്തുവാണ്. അപ്പം ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ ആ തൈക്കാട് വില്ലേജ് ഓഫീസിൽ ഞാനന്ന് കളക്ടറായിരുന്ന സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഒരു പേജിൽ തന്നെ 56 പേരുടെ പേജ് എഴുതിയേക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ഫ്ലാറ്റിൻ്റെ തണ്ടപ്പേര് നമ്പറില്ല, ആദ്യത്തെ പേര് തന്നെ 13,316
-1 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറിട്, രണ്ടാമത്തെ ഫ്ലാറ്റുകാരൻ. ഇത് ഓരോ പേജിൽ എഴുതരുത്, ഈ 56 കൂടെ ഒരു പേജിൽ എഴുതുന്നതാണ്. അന്ന് കൊടുത്ത നിർദ്ദേശം ഇപ്പോഴാണ് നടപ്പാക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് നടപ്പാക്കുന്നത്. ഇത് നടപ്പാക്കാൻ പറ്റുന്നില്ല. വട്ടിയൂർക്കാവ് വില്ലേജ് ഞാൻ വേറൊരു പരിപാടി പറഞ്ഞു, അതും കളക്ടറായിട്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തണ്ടപ്പേരെല്ലാം കൂടെ അതെല്ലാം എടുത്തങ്ങ് മാറ്റിയിട്ട് പുതിയതിലും ആദ്യത്തെ തണ്ടപ്പേരെടുത്ത് നോക്കി വെരിഫൈ ചെയ്തിട്ട് അതിനകത്തൊരു തണ്ടപ്പേര് 1 പറയുന്നത് പഴയ തണ്ടപ്പേരിൻ്റെ 13ാമത്തെ വോളിയത്തിൽ അതുകൊണ്ട് 20,016 എന്ന് പറയുന്ന തണ്ടപ്പേരാണെങ്കിൽ അത് മാത്രം ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഒരു 3 കൊല്ലം കൊണ്ട് ക്യാൻസൽ ചെയ്യും. ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല. ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഒരു ഇടപാട് നടക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ടൈറ്റിലിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പിൻ്റെ തന്നെ വസ്തുവാണെന്നുണ്ടെങ്കിൽ 2 പേര് തമ്മിൽ കച്ചവടം പഠിച്ചു, ബിഷപ്പ് പറഞ്ഞു പോലില്ല. എൻ്റെ സുഹൃത്തുക്കൾ പലരും വന്ന് ഞാനിവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, ആ 10 സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഉടമസ്ഥ 3 പേർക്ക് വിറ്റു. എന്നിട്ട് ആ 3 പേരും കൂടെ കേസ് പറയുകയാണ്, ഇയാളെ കാണാനില്ല. ലാൻഡ് ടൈറ്റിലിംഗ് എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ലാൻഡ് ടൈറ്റിലിംഗ് എന്ന് പറയുന്ന ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ ലാൻഡ് ടൈറ്റിലിങ്ങിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടുത്തെ കൃഷി 2008 എനിക്കൊന്ന് ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 26 ഏതൊരു ഡേറ്റിന് മുമ്പ് അത് നികത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി വെച്ച് നോക്കാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് ലാൻഡ് കൺവേർഷന് വേണ്ടി കൺസൾട്ടൻസി കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാ നിങ്ങൾ പറ. ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ വിജിലൻസ് ഒക്കെ ആണെന്നുണ്ട് ഓടിച്ചിട്ട് പിടിക്കുന്ന വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് ഈ കൺസൾട്ടൻറ്റിന് കൊടുത്താൽ മതി, അവർ മാറ്റിത്തരും. അപ്പോൾ എന്തിനാണ് ഈ ലാൻഡ് കൺസൾട്ടൻസി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻകാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോരോ ജനങ്ങളെ ഇങ്ങനെ ഓരോന്നിനകത്ത് കുഴപ്പിച്ചിടുകയാണ്. ഇത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സർവേ മാനുവൽ ചെയ്ത് കഴിഞ്ഞപ്പം വടക്കൻ സാറിൻ്റെ ബുക്കിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, കോടതി പോയി 4 കേസാണ്, ഉടൻ തന്നെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ പാടില്ല. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള സർവേ മാനുവലിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എൽട്ടൺ എസ്റ്റേറ്റ്, ഞാൻ ഏവിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനായിട്ട് ഇവിടെ എടുത്തു. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു, എന്ത് നിയമം? നിങ്ങളത് തോട്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ തോട്ടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അല്ലേ ടൈറ്റില്. എന്തുകൊണ്ട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണ്ട. ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് കൊടുത്തിരിക്കുന്നു, അത് ലീസിനാണ്, കോമ്പൻസേഷൻ കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വിവക്ഷയാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ നടപ്പാക്കാതിരിക്കും. ഇത് ഏതോ ഒരാളുടെ തലയിൽ തോന്നിയതാണ്, ഏതോ ഒരു ക്ലർക്ക് അവിടെ നിന്നുകൊണ്ട് എഴുതി ഇത് എക്സെപ്റ്റ് ചെയ്ത ഭൂപരിഷ്കരണത്തിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് തോട്ടമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? അത് ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി എയർ സ്ട്രിപ്പിന് വേണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടക്കണി നടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നമുക്കിങ്ങനെ കടം വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതൊരു അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം നദിയുടെ ഇപ്പം ഈയുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ജെയിംസ് സാർ ഇവിടെ പറഞ്ഞു, അവിടെ എല്ലാം നദികൾ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ കല്ല് കെട്ടിയില്ല, നല്ല ഒന്നാന്തരം കോൺക്രീറ്റ് മതിൽ കെട്ടിയിട്ടാണ്. എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കോൺക്രീറ്റ് മതിൽ കെട്ടി എൻ്റെ സൈഡ്, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഫെബ്രുവരി ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ തെയിംസ് നദിയുടെ സൈഡെല്ലാം നല്ലപോലെ കെട്ടിയിട്ടുണ്ട്. അതിനിപ്പുറത്തോട്ട് ഒരു റോഡ് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കെട്ടിടമുണ്ട്. ഇവിടെ ഈ പറഞ്ഞതുപോലെ 50 മീറ്റർ 200 മീറ്റർ വിട്ടേക്കാൻ, 200 മീറ്റർ ഇതിൽ നിന്ന് വിട്ടിട്ട് പിന്നെ എവിടെയാണ് കൊണ്ടുവന്നൊരു കെട്ടിടം വയ്ക്കാൻ പറ്റുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ റിസോർട്സുകൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഏറ്റവും നോക്കിയാൽ മതി. ഞാൻ 1996 തൊട്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് മിക്കവാറും കാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഔദ്യോഗികമായിട്ട്. എടപ്പള്ളി തൊട്ട് അരൂർ വരെയുള്ള മാറ്റങ്ങൾ ഞാൻ മിക്കവാറും എൻ്റെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളൊക്കെ ഇൻസ്പെക്ഷനും മറ്റുമൊക്കെ എറണാകുളത്തായിരുന്നുകൊണ്ട് അവിടെ കാണുമായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോഴും കാണുന്നുണ്ട്, ഓരോ വയലും നികത്തുകയാണ്. ഇവിടെ നിയമമുണ്ടോ? എങ്ങനെ നികത്തുന്നു? കൈക്കൂലി കൊടുക്കുക, നികത്തുക, കൈക്കൂലി കൊടുക്കുക, നികത്തുക എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു നിയമമില്ല. ഇന്നൊന്ന് എടുത്ത് നോക്ക്, അതെല്ലാം റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേഷനുണ്ട്. ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാനായിട്ട് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട്
ഒരു 3 ദിവസത്തേക്കെങ്കിലും ഒന്ന് ഓണത്തിന് ശമ്പളം കൊടുക്കാനായിട്ട് ചാർജ് എടുക്കണമെന്ന്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ചെറിയ 2 നില കെട്ടിടത്തിനകത്താണ് ഈ കോർപ്പറേഷൻ നിൽക്കുന്നത്. 1200 കോടി രൂപയുടെ വർക്കാണ് അവിടുത്തെ 7 എഞ്ചിനീയർമാർ ചേർന്ന് ചെയ്യുന്നത്. ഈ വർക്കുകളെല്ലാം എന്താണ്? നബാർഡിൻ്റെ വർക്കുകളാണ്, RIDF-ലുള്ള വർക്കുകളാണ്. നബാർഡിൻ്റെ വർക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? വയലിൻ്റെ നടുക്കൂടെ ട്രാക്ടറിനൊരു റോഡ്. മനസ്സിലാക്കണം, ട്രാക്ടർ വളം കൊണ്ടുപോകാനും വിത്ത് കൊണ്ടുപോകാൻ ട്രാക്ടറിന് എന്തിനാ റോഡ്? അതാരും ചോദിച്ചിട്ടില്ല. എന്നിട്ട് അതങ്ങോട്ട് നികത്തി കൊടുക്കും. നികത്തി കൊടുക്കുന്നതിന് അടുത്തൊരു വകുപ്പുണ്ട്. 5 സെൻറ്റ് വീടില്ലാത്തവന് വയൽ നികത്തി വയ്ക്കാം. ഒരു 10 പേരെ കൊണ്ടുവരും, 5 സെൻറ്റ് വീതം വെച്ച് വാങ്ങിക്കും. അതെല്ലാം കൂടെ ഒറ്റ പ്ലോട്ടാക്കും. അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കും. 5 പേരുടെ പേരിലാവും. അത് പത്രത്തായിട്ട് രജിസ്റ്റർ ചെയ്യും. ഏത് രജിസ്ട്രേഷൻ ഓഫീസിൽ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പത്രത്തായിട്ട് രജിസ്റ്റർ ചെയ്യും. അവിടെ ഈ വയൽ നശിപ്പിക്കുന്നതിൻ്റെ ഞാൻ അടിവരയിട്ട് പറയാം, ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നബാർഡിൻ്റെ ലോൺ കൊണ്ടാണ് കേരളത്തിലെ വയലുകൾ ഇല്ലാതാകുന്നത്. ഇത് എല്ലാവരും പറ്റിക്കുകയാണ്. ഇതെന്തിനാണ് നബാർഡ് ലോൺ കൊടുത്തിട്ട് ട്രാക്ടർ റോഡ് ഉണ്ടാക്കുന്നത്? ഒരു ഒറ്റ റോഡ് ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ വയലിൽ. ഇംഗ്ലണ്ടിൽ മറ്റുമൊക്കെ ഒരു നിയമം പണ്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആ നിയമം അനുസരിച്ചിട്ട് മൂത്ത മക്കൾക്ക് മാത്രമേ കൃഷിഭൂമി കൊടുക്കാൻ പാടുള്ളൂ. അതൊരിക്കലും ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, കഷ്ണങ്ങളാക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇളയ മോൻ 5 സെൻറ്റ് കൊടുത്തു, ഉടൻ തന്നെ അവൻ പോയിട്ടാണെന്നുണ്ട് റവന്യൂ പോയിട്ട് അത് കൺവേർട്ട് ചെയ്യുക. മൂത്ത മോൻ 5 സെൻറ്റ് കൊടുത്തു, അവനും കൺവേർട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ മൂന്ന് പേരും കൂടെ ചേർന്ന് 15 സെൻറ്റ് വേറൊരുത്തിന് കൊടുത്തു. അങ്ങനെ കുറച്ച് പേർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ചേർത്ത് 1 ഏക്കറാണെന്നുണ്ടെങ്കിൽ നികത്തും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാഴ്സായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം കടലിലേക്ക് ഇപ്പം എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജെയിംസ് സാറൊക്കെ പറഞ്ഞു. സിംഗപ്പൂർ 1965 സിംഗപ്പൂർ ഏതാണ്ട് 578 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു ദ്വീപാണ്. അവിടെ ഒന്നുമില്ല. അത് വികസിച്ച് വന്നു കഴിഞ്ഞപ്പം ഇന്ന് അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 719 സ്ക്വയർ കിലോമീറ്റർ. എങ്ങനെ ഉണ്ടായത്? എസ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ മറൈൻ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നികത്തി അവിടെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് ഞാൻ അർബൻ അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജിഡ എന്ന് പറയുന്ന ഗോസ്റ്റ് ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നോക്കുമ്പോൾ 250 കോടി രൂപ അന്നത്തെ പൈസ കിടക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പോൾ 3 പാലം സാങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ സാങ്ഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അന്ന് അതിനകത്ത് 47 ലക്ഷം രൂപ പെർ സെൻറ്റ് വരെ ലേലം വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുത്തു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചൈന പോലും 13,500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ കടൽ നികത്തി എടുത്തിട്ടുണ്ട്. നെതർലാൻഡ്സ് ഏതാണ്ട് 7,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ നികത്തി എടുത്തിട്ടുണ്ട്. ദുബായി പോയി കഴിഞ്ഞാൽ ദുബൈയിലുള്ള മിക്കവാറും ഉള്ള ഹോട്ടലുകളെല്ലാം കടലിലോട്ട് നികത്തിയിട്ടാണ് എടുക്കുന്നത്. സിംഗപ്പൂരിൽ ഇത്രയും വ്യത്യാസം വരുന്നത്. കേരളം ഇനിയും ലാൻഡ് വേണമെന്നുണ്ടെങ്കിൽ കടൽ നികത്തി എടുക്കണം. ആര് പാരിസ്ഥിതികവാദം പറഞ്ഞാലും കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു 10-500 സ്ക്വയർ കിലോമീറ്ററോ അത് ഇന്ത്യ ഗവൺമെൻറ് മൊത്തത്തിൽ ചെയ്യാവുന്നതാണ്. അതാണെന്നുണ്ടെങ്കിൽ പ്രൈം പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടബാധ്യതകളെല്ലാം തീരും. അതുകൊണ്ട് എന്ത് എക്കോളജിക്കൽ ഡാമേജ് ആയിട്ട് ഇവിടെ പറയുന്നത്? നിങ്ങൾ കടലിലൊന്ന് പോയി നോക്കണം. ഞാൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അവിടെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആദ്യം മാറ്റി. നിങ്ങൾ അവിടുത്തെ എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പം ഞാൻ KCBയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നല്ല കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇങ്ങനെ വരുന്നത്. ഉള്ള നദികളായിട്ടുള്ള നദികൾക്കകത്ത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് കാരണം ഇപ്പം പുതുതായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിനകത്ത് തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വന്ന് നിറയുന്ന കാരണം ഞങ്ങൾ 3 ത്രാഷ് കാർഡ് വയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നദികൾ മൊത്തം പൊള്യൂട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് ഓപ്പറേഷനാണ് നടത്തിയെന്ന് എനിക്കറിയാം. അവിടെ ഉണ്ടാകുന്ന ഓടകൾക്കകത്ത് മൊത്തം ഏതാണ്ട് 10% ഹോട്ടലുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കക്കൂസ് മാലിന്യങ്ങളാണ് ഇവിടുന്ന്. ഈ വെള്ളമാണ് ഈ കടലിൽ പോകുന്നത്. ഇവിടെ നിന്ന് നികത്തി എന്ന് പറയുമ്പം പാരിസ്ഥിതികവാദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിൻ്റെ കടങ്ങൾ തീരത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പല രാജ്യങ്ങളും ആ രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇവിടെ ലാൻഡ് ടൈറ്റിലിങ് കൊണ്ടുവരണം. ജോസ് കെ മാണി സാറും മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം ലാൻഡ് ടൈറ്റിലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വസ്തു ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡിനൊരു യുണീക്ക് നമ്പർ ഉണ്ടാകും. തണ്ടപ്പേരെന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പറായിരിക്കും. അത്
ഇന്ന തണ്ടപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു പ്രഭാകരൻ്റെ എന്ന് പറഞ്ഞാൽ അത് ആബ്സല്യൂട്ടാണ്, അത് സ്റ്റേറ്റ് ഗ്യാരണ്ടീസ്. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റാണ് ഉത്തരവാദി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ഇതാണ് ലോകത്തെമ്പാടും. ബ്രിട്ടനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300 കൊല്ലം കൊണ്ടാണ് അതിൻ്റെ ലിറ്റിഗേഷൻ മറ്റും തീർന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാണിസാറിൻ്റെ കാലത്താണ് ടോറൻറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സ്കെച്ച് മാത്രമേ നടത്താനായിട്ട് ആ വകുപ്പ് സമ്മതിച്ചുള്ളൂ. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കർട്ടൻ പ്രിൻസിപ്പിളാണ്. കർട്ടൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കർട്ടൻ ഇടുകയാണ്. ആ കർട്ടന് പിന്നിൽ എന്ത് നടന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇന്ന് ആരുടെയൊക്കെ കൈവശം ഭൂമി ഇരിക്കുന്നോ അവർക്കെല്ലാവർക്കും 3 കൊല്ലം 2 ഒബ്ജക്ഷൻ റേസ് ചെയ്തില്ലെങ്കിൽ, അതായത് ആരെങ്കിലും വന്നിട്ട് ഇത് എൻ്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലെങ്കിൽ, അയാളുടെ പേരിൽ ടൈറ്റിൽ കൊടുക്കുകയാണ് ഗവൺമെൻറ്. ഇതാണ് ലാൻഡ് ടൈറ്റിലിംഗ്. പറയുന്നത് ഈസിയാണ്. 3 കൊല്ലത്തിനുള്ളിൽ ഈ ടൈറ്റിൽ ആരും റേസ് ചെയ്തിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല, ഒരു സ്വകാര്യ വ്യക്തി ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ട്രിബ്യൂണൽ വെച്ചാൽ മതി, അതിലാരാന്നുള്ളത് തീരുമാനിച്ചെടുക്കാം, സമയബന്ധിതമായിട്ടാണെന്നുണ്ടെങ്കിൽ തീർക്കാം. അപ്പോൾ കേർട്ടൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇട്ട് കഴിഞ്ഞാൽ കർട്ടന് പിന്നിലുള്ള എന്ത് കാര്യങ്ങളും നടന്നാലും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഇത് ജന്മം, കാണ്ഡം, മറ്റേത് മറിച്ചത്, പൂഞ്ഞാർ രാജവംശത്തിൻ്റെയാണ്, കുറച്ച് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയാണ്. അവരുടെ നിന്നൊക്കെ പോയിട്ട് എത്രയോ കാലം. ഇത് ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോരോ എസ്റ്റേറ്റഡ് പ്രോപ്പർട്ടിയും ബാക്കിയുള്ളതൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേർട്ടൻ പ്രിൻസിപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരാളുടെ കൈവശമുണ്ട്, അയാളുടെ പേരിലൊരു ടൈറ്റിലുണ്ട്, അതായത് അയാളുടെ ഒരു തെളിയിക്കാനൊരു പേപ്പറുണ്ട്, അല്ല കൈവശം വല്ലവൻ്റെ കയറി വെച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിലൊരു ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് ഒരു കൈവശം ഉണ്ടെങ്കിൽ ഹി വിൽ ബി ഗിവൺ എ ലാൻഡ് ടൈറ്റിൽ. ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ജോബ്. അത് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഏതെങ്കിലും ഗവൺമെൻറ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രയോ ശുപാർശ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് മിറർ പ്രിൻസിപ്പിൾ. കേർട്ടൻ പ്രിൻസിപ്പിൾ കൂടാതെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് മിറർ പ്രിൻസിപ്പിൾ. നമ്മുടെ കണ്ണാടിയുടെ പ്രതിഫലനം പോലെ ഭൂമിയിൽ എന്തുണ്ടോ ആ ഭൂമിയിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ റെക്കോർഡിലുണ്ടാകും. അതിനകത്ത് എത്ര തെങ്ങുണ്ട്, പഴയ തിരുവിതാംകൂറിൻ്റെ ബേസിക് ടാക്സ് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര തെങ്ങുണ്ട്, എത്ര ആഞ്ഞിലിയുണ്ട്, എത്ര കമുകുണ്ട്, ഇത് വളരെ കൃത്യമായിട്ട് ഭൂമിയിൽ എന്തുണ്ട്. അതിനകത്ത് 2350 സ്ക്വയർ ഫീറ്റുള്ള കോർപ്പറേഷനിൽ TC നമ്പർ 8/471 എന്ന് പറയുന്ന വീടുണ്ട്. അത് 2 നില വീടാണ്. ഇതെല്ലാം അതിനകത്ത് കാണും. അപ്പം പിന്നെ കോർപ്പറേഷന് ഇതിപ്പം വീട് ലാൻഡ് ഒരുത്തൻ്റെ പേരിലിരിക്കുകയാണ്, കോർപ്പറേഷൻ്റെ പേര് വേറൊരുത്തൻ്റെ പേര് വീടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ ആ മിറർ പ്രിൻസിപ്പിൾ ഇതിനകത്തുണ്ട്. റെക്കോർഡിൽ എന്തുണ്ടോ അത് ഭൂമിയിലുണ്ട്, ഭൂമിയിൽ എന്തുണ്ടോ അത് റെക്കോർഡിലുണ്ട്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രിൻസിപ്പിളാണ്. സർക്കാർ നിങ്ങളുടെ പേരിലേക്ക് ഒരു ടൈറ്റിൽ തരുന്നു. ഉദാഹരണത്തിനൊരു വ്യക്തി സൗദി അറേബ്യ ജയിലിലായിരുന്നു, 12 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ വരുന്നു. അപ്പോൾ അയാളൊരു രേഖയായിട്ട് വരുവാണ്, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്, എങ്ങനെയൊക്കെയോ മറിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരാൾക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ വാങ്ങിച്ച ആൾ അതിനകത്ത് ഉദാഹരണത്തിന് ഒരു വീട് വെച്ചിട്ടുണ്ട്. അയാൾ ജെന്യുവൻ ബയറാണ്, അയാൾ ആരും കളിപ്പിച്ചല്ല. അയാൾക്ക് മുമ്പ് 2 or 3 പ്രമാണം നടത്തുന്ന സമയത്ത് ആരോ കളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇയാളൊരു ജെന്യുവൻ ബയറാണ്. അപ്പോൾ ഒരു ട്രിബ്യൂണൽ ഇരുന്നിട്ട് ഒരു ഇൻഷുറൻസ് കൊടുക്കും. ഒന്നീ ഇയാൾക്ക് വീട് വെച്ചതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഭൂമിയുടെ കോമ്പൻസേഷൻ കൊടുക്കണം. ഈ 3 പ്രിൻസിപ്പിൾ ചെയ്ത് ആന്ധ്രാപ്രദേശ് ഒരു അറ്റംപ്റ്റ് നടത്തി, ലാൻഡ് ടൈറ്റിലിംഗ് ആക്ടിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി. ഞാനും അവിടെ പോയി, അവിടുത്തെ ഒരു അഗർവാൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലാൻഡ് ടൈറ്റിലിംഗ് വരാത്തിടത്തോളം കാലം നിങ്ങളെല്ലാവരും കോടതിയിൽ കയറി ഇറങ്ങി നിങ്ങളുടെ ജീവിതം ഒരു സിവിൽ കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കോടതിയിലൊരു കേസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10-20 കൊല്ലം നമ്മുടെ ജീവിതകാലത്ത് അതിനകത്തൊരു പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ കോടതിക്കറിയില്ല. കോടതി ഒരു വക്കീലിനെ വയ്ക്കും. അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമിക്കസ് ക്യൂറിയായിട്ട് വരുന്ന വക്കീൽ എന്തെങ്കിലും എഴുതി കൊടുക്കും, അതും പിന്നെ ഡിസ്പ്യൂട്ട് ചെയ്ത് അടുത്ത ആൾ പോകും. ഈ ലാൻഡ് ടൈറ്റിലിംഗ് കേരളത്തിൽ കൊണ്ടുവരാത്തിടത്തോളം കാലം കേരളത്തിലെ പ്രശ്നങ്ങൾ തീരത്തില്ല. അതാണ് ടോറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലാൻഡ് ടൈറ്റിലിംഗിലേക്ക് പോകണം. കേരളത്തിലെ ഭൂമിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി, അത് എസ്റ്റേറ്റ് ആയാലും, എത്രയോ എസ്റ്റേറ്റുകൾ പലയിടത്തും കിടക്കുന്നുണ്ട്. അത് ഭൂമിയായാലും എസ്റ്റേറ്റ് ആയാലും ശരി, നെൽഭൂമിയാണെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷനോ മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ്. അതൊക്കെ പലർക്കും ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി ലഭ്യമാകും. ഞാനിപ്പം വൈദ്യുതി ബോർഡിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് പറയാം, അടുത്ത 2 കൊല്ലം കൊണ്ട് സർപ്ലസ് ആയിട്ട് വൈദ്യുതി ഉണ്ടാകും. അതിനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് ടെൻഡറും വിളിച്ച് ഫൈനലൈസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വൈദ്യുതി ഉണ്ട്, ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇൻഡസ്ട്രി ഓട്ടോമാറ്റിക്കായിട്ട് വരും. വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനം ഗവൺമെൻറ് എടുക്കണം. ആദ്യം വേണ്ടത് ലാൻഡ് റിഫോംസിനെ, ഇനി ഫർദർ റിഫോംസ്. 2ാം ഭൂപരിഷ്കരണം
എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളന്ന് മുഖ്യമന്ത്രി ഒരു PS അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എഴുതി കൊടുത്ത് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് അല്ല. ആ കൺവിൻസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കണം, ഇത് ചെയ്യണം. ജനങ്ങൾക്കുണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സമയം അതിക്രമിച്ചു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞാൻ ഇന്ന് മാതൃഭൂമിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പുള്ളിപ്പുലികളിൽ 40% പട്ടികളെ തിന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടികളെ പിടിച്ച് കാട്ടിക്കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കും. ഉള്ള കാടിനകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ പോകുന്ന കാരണം എല്ലാം കുറ്റിക്കാടാണ്. ഒരു പുലിക്കോ ഒരു കടുവയ്ക്കോ ഒന്നിനും തന്നെ ഒരു മൃഗത്തെയും പിടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത്രയ്ക്ക് കുറ്റിക്കാട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ വനസംരക്ഷണമാണെങ്കിൽ ആ രീതിയിൽ ഇതിന് അനുയോജ്യമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വനവും എക്കോളജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കും. ഇതൊന്നും കാണാതെ പുതിയ പുതിയ ഏരിയയിൽ വെച്ച് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഈ ഗവൺമെൻറ്റോ വരുന്ന ഗവൺമെൻറ്റുകളോ ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, അതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് എത്രയോ കോടി രൂപയാണെന്നുണ്ടെങ്കിൽ മതിലിന് വേണ്ടി ചെലവഴിക്കുന്നത്. വലിയ വലിയ മതിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ആളുകൾ ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നതാണ്. നിങ്ങൾ വിദേശത്ത് പോയി നോക്ക്, ഒരിടത്തും മതിലില്ല. അവിടെ വ്യക്തമായിട്ട് ടൈറ്റിലുണ്ട്. പിന്നെ ഇവിടുത്തെ പോലെയാണെന്നുണ്ടെങ്കിൽ അതിർത്തി കൊണ്ടുവന്നിട്ടാണെന്ന് ആഞ്ഞിലി വയ്ക്കുന്ന പരിപാടി അവർക്കും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, കാര്യമായിട്ടുള്ളൊരു റിഫോംസ് ഈ രംഗത്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ അവിടുന്ന് വന്ന് പറഞ്ഞത്. നമ്മുടെ വടക്കൻ സാറും ഡിജോയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കട്ടെ. ജോസ് കെ മാണി സാറും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എടുക്കണം. അടുത്ത ഗവൺമെൻറ്റെങ്കിലും വരുന്നുണ്ട്. എല്ലാവരും മാനിഫെസ്റ്റോ എഴുതുന്നുണ്ട്. ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് 2999 പോസ്റ്റ് ടെമ്പററി പോസ്റ്റാണ്. അത് അബോളിഷ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആളുകൾ തമ്മിൽ പറഞ്ഞ് തീർക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിനു വരെ ഇവർ സർവേ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കേസ് കുറയും. സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രം കേസ് കൂടും. താങ്ക് യു വെരി മച്ച്. ക്വസ്റ്റ്യൻസാണ് അല്ലേ? ഈ അണ്ടർ വാല്യുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആർബിട്രറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഫെയർ വാല്യൂ ഒരിക്കലും പല കേസിലും ഞാൻ നോക്കിയിട്ടുള്ളത് ഫെയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും വളരെ കുറവാണ്. പിന്നെ ചില കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ. അത് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 10-15% കൂടുതലേ ഓവർ വാല്യൂഡ് ആയിട്ട് വരുന്നുള്ളൂ. ഫെയർ വാല്യൂ അതുകൊണ്ട് എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കുള്ള മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാവരും കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എനിക്ക് വേണ്ട തെത്തണ്ട. എനിക്ക് അതിനിടെ ഒരു കല്യാണ വീട്ടിലൊന്ന് കയറണം. അവരൊക്കെ പോകുന്നതിന് മുന്നേ പോവുകയും വേണം.